ഉണ്ണികൃഷ്ണൻ പാഞ്ഞു പിടിച്ച് ആ വീട്ടിലേക്ക് ഓടിയെത്തുകയാണ്. അയാൾക്ക് വീട്ടിൽ കയറാൻ അനുമതിയില്ല. പോലീസ് കർശനമായിട്ട് അയാളെ വിലക്കിയിരിക്കുകയാണ്. പക്ഷേ ആ വിലക്കുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് ഓടിക്കേറി ആ വാതിൽ പലവട്ടം തട്ടി ഉറക്ക നിലവിളിച്ചു. വാതിൽ തുറക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ മനസ്സ് ഹൃദയം പടപട ഇടിക്കാൻ തുടങ്ങി. എന്തോ ആ വീട്ടിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നു. ആരും തുറക്കുന്നില്ല. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ മറ്റൊരു കാഴ്ച കാണുന്നത്. ആ സിറ്റൗട്ടിൻ്റെ ഒരു മൂലയിൽ ഒരു കത്തെഴുതി വെച്ചിരിക്കുന്നു. ആ കത്ത് അയാൾ വായിച്ചതും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. അമ്മാതിരി കാഴ്ചകളാണ്, അല്ലെങ്കിൽ അമ്മാതിരി വാർത്തകളാണ് ആ കത്തിലുടനീളം അയാൾക്ക് വായിക്കാൻ പറ്റിയത്. എന്തായിരിക്കും ആ കത്തിലുള്ളത്? എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ നടുങ്ങി വിറച്ചു? കണ്ണൂർ രാമന്തളിയിൽ നടന്ന ആ സംഭവത്തിൻ്റെ യഥാർത്ഥ കാര്യകാരണങ്ങളാണ് ഇന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെന്തായിരിക്കും കാരണം, അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യം അതായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാമല്ലോ, ആ ദിലീപിൻ്റെ മകൾ ജീവിച്ചത് മുഴുവൻ ദിലീപിനോടൊപ്പമാണ്. അമ്മ അപ്പുറത്ത് മഞ്ജു വാര്യർ നല്ല ഒറ്റത്തടിയായിട്ട് വേറെ ബാധ്യത ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ ഇവിടെ കാവ്യ മാധവനെ കെട്ടി ദിലീപ് നിൽക്കുമ്പോൾ ആ കുട്ടി ആവശ്യപ്പെട്ടത് എനിക്ക് അച്ഛനോടൊപ്പം താമസിക്കണം, ജീവിക്കണം, അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് മഞ്ജുവിനോടൊപ്പം പോയില്ല? ഇനി മനോജ് കെ ജയൻ്റെയും ഉർവശിയുടെയും കഥ മറ്റൊന്നാണ്. കുഞ്ഞാറ്റ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആരോടൊപ്പമാണ് ജീവിച്ചിരിക്കുന്നത്? അച്ഛനോടൊപ്പം. അതായത് മനോജ് കെ ജയനോടൊപ്പമാണ് ആ പെൺകുട്ടി നല്ല പ്രായം അത്രയും ജീവിച്ചത്. ഇപ്പോൾ അമ്മയോടൊപ്പമൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ആ കുട്ടി തിരഞ്ഞെടുത്തത് എനിക്ക് അച്ഛനോടൊപ്പം താമസിക്കണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചേ, ഉർവശി അവിടെ മിടുക്കിയായിട്ട് ഒറ്റത്തടിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അമ്മയോടൊപ്പം പോയില്ല. ഈ രണ്ട് ബന്ധങ്ങളെ നിങ്ങൾ നോക്കിയാൽ ഈ രണ്ട് കുട്ടികളും അച്ഛനോടൊപ്പമാണ് താമസിക്കാനായിട്ട് തീരുമാനിച്ചത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ആ കുട്ടികൾക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കെയറിങ്ങും ശ്രദ്ധയും പരിഗണനയും എവിടെ കിട്ടുന്നുണ്ട്? അച്ഛനോടൊപ്പം കിട്ടുന്നുണ്ട്. അതായത് ദിലീപിൽ നിന്നും മനോജ് കെ ജയിൽ നിന്നും ഈ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അമ്മയെ വേണ്ട, അച്ഛനെ മാത്രം മതി. അങ്ങനെ സന്തോഷകരമായിട്ട് അവർ വലിയ കുട്ടികളായി. ഇപ്പം ദിലീപിൻ്റെ മകൾ ഏതോ ജോലിയിലൊക്കെ പ്രവേശിച്ചു, ഇവിടെ ആ കുട്ടി സിനിമയിലൊക്കെ പ്രവേശിച്ചു, മനോജ് കെൻ്റെ മകളൊക്കെ. എന്തായാലും അതങ്ങനെ മുന്നോട്ട് പോകട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെയാണ് നമ്മുടെ കലാധരൻ്റെ മക്കളും. കലാധരൻ്റെ മക്കൾ കുഞ്ഞു പിള്ളേരാണ് കേട്ടോ. 5 വയസ്സുള്ള ഹിമയും 2 വയസ്സുള്ള കണ്ണനും. അറിയാമല്ലോ, കുഞ്ഞു പ്രായമാണ്. അച്ഛൻ്റെ സ്നേഹം എന്താണ്, അമ്മയുടെ സ്നേഹം എന്താണെന്ന് പോലും അറിയാത്ത ഈ കുഞ്ഞു പ്രായത്തിൽ ആ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യമാണ്, ഞങ്ങൾക്ക് അച്ഛനെ മതി, അച്ഛൻ മാത്രം മതി, ഞങ്ങളുടെ എല്ലാം കലാധരൻ എന്ന് പറയുന്ന ആളാണെന്ന് കുഞ്ഞുങ്ങൾ പറയുകയാണ്. ഇവിടെ കലാധരൻ എന്ന് പറയുന്ന അച്ഛനെ നമ്മൾ അടുത്തറിയണം. അയാൾക്ക് വേറെ ദുശീലങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, മിടുക്കനായിട്ടുള്ള ഒരു പാചകക്കാരനാണ്. അയാളുടെ കൈപ്പുണ്യം അറിയാത്ത ഒരാൾ പോലും ആ രാമന്താളി നാട്ടിലില്ല. അത്രയ്ക്കും വിദഗ്ധനാണ് പാചകകലയിൽ. പക്ഷെ എന്ത് ചെയ്യാനാ, കുടുംബജീവിതം അദ്ദേഹത്തിന് വിധിച്ചിട്ടില്ല. വർഷങ്ങളായിട്ട് ഭാര്യയുമായിട്ട് അകന്ന് താമസിക്കുകയാണ് ഈ കലാധരൻ. പല പല കാരണങ്ങൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ആ കലാധരൻ്റെ ഭാര്യയ്ക്ക് മാനസിക അസ്വസ്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഭാര്യയെ വേണ്ട എന്നുള്ള നിലപാടിലാണിപ്പോൾ നമ്മുടെ കലാധരൻ എടുത്തിരിക്കുന്നത്. കലാധരൻ്റെയും അയാളുടെ ഭാര്യയുടെ ജീവിതത്തിൽ പല പല കാരണങ്ങളുണ്ടാവും, അല്ലേ? നമ്മളത് ചെയ്യുന്നില്ല. പക്ഷേ ഈ കുട്ടികളുടെ കാര്യം നമ്മൾ എടുത്തേ പറ്റൂ. കുട്ടികൾക്ക് എന്തായിരിക്കാം ആ അമ്മയോടൊപ്പം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം? അതിന് പല പല കാരണങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ആദ്യമൊക്കെ കലാധരൻ്റെ ഭാര്യയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പല വിധത്തിലുള്ള ദേഹോപദ്രവമൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, മാനസികമായിട്ടുള്ള പീഡനങ്ങളും. ഈ കുഞ്ഞുങ്ങളുടെ കൈയെടുത്ത് പിന്നെ കഥയിൻ്റെ കീഴത്ത് കൊണ്ടുവെക്കുക, അത് ചതയ്ക്കുക, പലപ്പോഴും ചെറിയ കുറ്റത്തിന് പോലും അമ്മയെ അടിക്കുക. കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറമാണല്ലേ. ഇവിടെയാണെങ്കിലോ സ്നേഹസമ്പന്നയുടെ കലാധരത്തെ ഈ കൈവെള്ളയെ കൊണ്ടുനടക്കുകയാണ്. ആ വീട്ടിലാണെങ്കിൽ കലാധരൻ്റെ അച്ഛൻ ഉണ്ണികൃഷ്ണനുണ്ട്, അമ്മ ഉഷയുണ്ട്. അവരാണെങ്കിൽ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കുകയാണ്, അല്ലേ? സ്നേഹം കിട്ടുന്നിടത്തല്ലേ കുഞ്ഞുങ്ങളുടെ മനസ്സ് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇവർ മാത്രം മതി. ഈ വീട്ടിൽ താമസിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, കലാധരനെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ, ഉഷ, പിന്നെ ഈ കലാധരൻ്റെ അനിയനുണ്ട്, അദ്ദേഹം ഗൾഫിലാണ്. നമുക്ക് ഈ വീട്ടിലേക്ക് മാത്രം വരാം. എന്തായാലും കുഞ്ഞുങ്ങൾ അവിടെ സുരക്ഷിതരാണ്, പൊന്നുപോലെ നോക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം തലക്കടി കിട്ടിയതുപോലെ വിധി വരികയാണ്. കോടതി വിധി. കലാധരൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ ഉണ്ണികൃഷ്ണൻ, ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മുത്തശ്ശൻ, അയാൾ ഈ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കുകയാണ്. ഈ കലാധരൻ്റെ ഭാര്യ കൊണ്ടൊരു കേസ് കൊടുത്ത് അതിൻ്റെ വിധിയാണ് വന്നിരിക്കുന്നത്. പോക്സോ കേസിൽ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളെ പെടുത്തിയിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, ശാരീരികം കൊണ്ട് പീഡിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് കേസ് വന്നിരിക്കുന്നത്. പാവപ്പെട്ട ഉണ്ണികൃഷ്ണൻ 8ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും കോടതി വിധി അനുസരിച്ച് ആ പഞ്ചായത്തിൽ പോലും, വീട്ടിൽ മാത്രമല്ല കേട്ടോ, ആ പഞ്ചായത്തിൽ പോലും ഈ ഉണ്ണികൃഷ്ണൻ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഈ വയസ്സാം കാലത്ത് ഒരുപാട് ദൂരെയുള്ള വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഉണ്ണികൃഷ്ണൻ അവിടെ താമസിക്കുകയാണ്. ഇപ്പോൾ ഈ വീട്ടിൽ കലാധരനും അമ്മ ഉഷയും 2 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ, അല്ലേ? വല്ലാത്ത പണിയായിപ്പോയി. ആ മുത്തശ്ശൻ എന്ത് ചെയ്യാൻ പറ്റും? ദൂരെ നിന്നുകൊണ്ട് ഫോണിൽ പോലും വിളിക്കാൻ പറ്റാത്ത സാഹചര്യം, അത്രയ്ക്കും വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊടുത്ത ആരാണ് പരാതി കൊടുത്തിരിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അത് കോടതി മുഖവിലക്കെടുത്ത്. അങ്ങനെ
ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഇടിവെട്ട് നമ്മുടെ കലാധന തലയ്ക്ക് കിട്ടുകയാണ്. മറ്റൊരു വിധി കൂടി വന്നിരിക്കുകയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു വിധി. അത് 8ൻ്റെ വിധിയായിപ്പോയി. കാരണം ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ താമസിക്കുന്നത് കലാധരനൊപ്പമാണ്. പക്ഷേ അമ്മ കൊണ്ട് കേസ് കൊടുത്തു, കലാധരൻ്റെ ഭാര്യ കൊണ്ട് കേസ് കൊടുത്തു, കുഞ്ഞുങ്ങളെ തനിക്ക് വേണം. വല്ലാത്തൊരു വിധിയായിപ്പോയി. ഇപ്പോൾ എന്താ വിധി വന്നതെന്ന് അറിയാമോ? 5 ദിവസം അമ്മയോടൊപ്പം, വെറും 2 ദിവസം, അതായത് ശനിയും ഞായറും അച്ഛനോടൊപ്പം. അത് കാണാൻ മാത്രമുള്ള സാഹചര്യമുള്ളൂ, താമസിക്കാൻ പോലും പറഞ്ഞിട്ടില്ല, എങ്കിലും താമസിപ്പിക്കാൻ വേണമെങ്കിൽ എന്നുള്ള രീതിയിലാണ് വിധി വന്നിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണ അവകാശം ആരുടെ കയ്യിലാണ്? അമ്മയുടെ കയ്യിലാണ്. കലാധരൻ എന്ന് പറയുന്ന പാവപ്പെട്ട 38 വയസ്സുകാരൻ തകർന്ന തരിപ്പണം അല്ലേ, അത്രത്തോളം കൊഞ്ചിച്ച കുഞ്ഞുങ്ങൾ ഇനി തന്നോടൊപ്പം ഇല്ല, പൂർണ്ണ സമയവും അമ്മയോടൊപ്പമാണെന്നുള്ള ആ വിധി ഈ കലാധരൻ ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ല. എന്തായാലും ചില വിധികൾ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ഒന്ന് ആലോചിക്കും, ഈ ദിലീപിൻ്റെ വിധി വന്നപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്നൊക്കെ ആയിരിക്കും ഓരോ മലയാളി ആഗ്രഹിച്ചത്. പക്ഷെ വെറുതെ വിട്ടു എന്നുള്ള വാർത്ത നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പലർക്കും പറ്റി കാണത്തില്ല. അതാണ് കോടതിയുടെ നിയമം അല്ലേ. അവിടെ മനുഷ്യത്വം ഇല്ല, തെളിവുകളും അല്ലെങ്കിൽ ആ ആളെ ആശ്രയിച്ചിരിക്കുന്ന വിധിയാണ് വരുന്നത്. എന്തായാലും മനുഷ്യത്വത്തിന് കോടതിയിൽ സ്ഥാനമില്ല, തെളിവുകൾ മാത്രമാണ് സ്ഥാനമുള്ളത്. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ 2 വയസ്സുള്ളതും 5 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വളർത്താൻ അമ്മയ്ക്ക് മാത്രമേ ഈ പ്രായത്തിൽ പറ്റൂ. അതുകൊണ്ടാണ് കോടതി വിധി അങ്ങനെ വന്നിരിക്കുന്നത്. അച്ഛൻ വെറും ഒരു നോട്ടക്കാരൻ മാത്രമാണ്. ആ കുഞ്ഞുങ്ങളെ അമ്മയിലേക്ക് വിടുകയാണ്. അതിനുശേഷം നമ്മുടെ കലാധരന് ഊണുമില്ല, ഉറക്കവുമില്ല, പാചകത്തിൽ പോലും അയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അയാൾ ഒരു നിശബ്ദമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞുങ്ങളെ വിട്ടുകൊടുത്തേ പറ്റും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ താല്പര്യമില്ല. അച്ഛൻ്റെ കാല് പിടിച്ച് കരയുകയാണ്. അച്ഛൻ ഞങ്ങളെ വിട്ടുകൊടുക്കില്ല, അച്ഛൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കരയുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? വിധിയാണ്. പോലീസ് നാളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. ആ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാൻ കലാധരന് പറ്റുന്നില്ല. അയാൾക്കന്ന് ഒരു പാചക ജോലിയുണ്ട്. പാചകത്തിൽ ശ്രദ്ധിക്കുവാണ്. ഒരു ക്ഷേത്രത്തിൽ ഉത്സവം കൊണ്ട് ബന്ധപ്പെട്ട് പാചകത്തിൽ ശ്രദ്ധിക്കുവാണ്. വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. അയാൾ അവസാനത്തെ പാചകം ചെയ്യുകയാണ്. ഇനി തനിക്കൊരു പാചക ജോലിയില്ല, ഇത് അവസാനത്തെ തൻ്റെ ജോലിയാണ്. ആ നിമിഷം അയാളുടെ തീരുമാനം എടുക്കുകയാണ്, കുഞ്ഞുങ്ങളെ തന്നോടൊപ്പം വേണം, തൻ്റെ മാത്രമായിട്ട് വേണം. അന്നത്തെ പാചകം ഭംഗിയായിട്ട് പൂർത്തിയാക്കുന്നു. നേരെ അയാൾ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ കുഞ്ഞുങ്ങളെ അയാൾ അവസാനമായിട്ട് കെട്ടിപ്പുണർന്നു. മകൾക്കും മകനും ഒക്കെ ആവശ്യം പോലെ ഉമ്മ കൊടുത്തു. അമ്മയോടും പറഞ്ഞു, അമ്മ നമ്മൾ യാത്ര പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അമ്മയും കാര്യങ്ങൾ ധരിപ്പിച്ചു. അമ്മ ഉഷയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പിന്നെന്താ ചെയ്യുന്ന അറിയാം? ആ പാവ അച്ഛൻ, അതായത് കലാധരൻ, ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിൽ വിഷം കൊടുക്കുകയാണ്. 2 കുഞ്ഞുങ്ങളും അച്ഛൻ സ്നേഹത്തോടെ തന്ന ആഹാരം വാരി വാരി കഴിക്കുകയാണ്. പക്ഷേ ഇനി അധികം നിമിഷം ഈ ഭൂമിയിലില്ല എന്നുള്ള സത്യം ആ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല. ആഹാരം കഴിച്ച് കുഞ്ഞുങ്ങൾ ആ കട്ടിലേക്ക് കിടക്കാൻ പോയി. പിന്നെ ഒരിക്കലും ആ കുഞ്ഞുങ്ങൾ ഉണർന്നിട്ടേ ഇല്ല. അതിനുശേഷം ഈ അമ്മയും മകനും കൂടി ആ തീരുമാനമെടുത്തു. ഒരു മുഴം കയറിൽ ആ അമ്മയും മകനും ജീവിതം അവസാനിപ്പിച്ചു, മക്കളുടെ അടുത്തേക്ക് പോയി. ഇതേ സമയം ആ കലാധരൻ്റെ ഭാര്യ എന്താ ചെയ്യുന്നറിയാമോ? ഇത്രയും സമയമായിട്ടും കുട്ടികൾ തങ്ങളുടെ അടുത്തേക്ക് വന്നില്ല, തൻ്റെ അടുത്തേക്ക് വന്നില്ല. കുട്ടികളെ അയാൾ വിട്ടുകൊടുക്കുന്നില്ല. ആ ധാരണയിൽ പോലീസിനെ അറിയിക്കുകയാണ്. പോലീസ് പലവട്ടം ഈ കലാധരനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. നിവൃത്തികെട്ട് ഈ പോലീസ് നേരെ ഉണ്ണികൃഷ്ണനെ വിളിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, എനിക്ക് അവിടെ കയറാൻ ഒക്കത്തില്ല, എനിക്ക് ഏതായാലും വാണി തന്നേക്കുന്നതല്ലേ. പോലീസ് പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒന്ന് ചിന്തിക്കണ്ട, മകൻ ഫോൺ എടുക്കുന്നില്ല, എന്തോ അവിടെ സംഭവിച്ചു, എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുക എന്ന് ഉണ്ണികൃഷ്ണനോട് പറയുകയാണ്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട അച്ഛൻ പാഞ്ഞു പറിച്ച് ആ വീട്ടിലെത്തുകയാണ്. വീട്ടിൽ അടഞ്ഞു കിടക്കുകയാണ്. ഒരു മനുഷ്യൻ ആ വീട്ടിലുള്ളതിൻ്റെ ഒരു തെളിവ് പോലും ഇല്ല. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ബഹളം കാണിക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റി? അങ്ങനെ ഒരുപാട് ഭയാശങ്കകളോടെ അയാൾ വീട്ടിലേക്ക് ഇടിച്ചു കയറി. വാതിൽ പലവട്ടം കൊട്ടി, തുറക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പിന്നെ അയാൾ ആ ലെറ്റർ കാണുകയാണ്. ആ ലെറ്ററിൽ മകൻ്റെ നീണ്ട ഒരു ആത്മഹത്യക്കുറിപ്പ് കാണുകയാണ്. തങ്ങൾ 4 പേരും ഈ ലോകം വിട്ട് പോവുകയാണ്, എനിക്ക് കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, ആ യാത്രയിൽ അമ്മയും കൂടി ഒപ്പം കൂട്ടുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഞ്ചു പെടയുന്ന വാക്കുകളാണ് ആ ലെറ്ററിൽ ഉടനീളം അയാൾ കുത്തി കോറിയത്. ശരിക്കും പറഞ്ഞാൽ ആ അച്ഛൻ്റെ, ഒരു മകൻ്റെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ആ നാട്ടുകാരെല്ലാം കാണുന്നത്. ഈ കലാധരനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരാളെ ആ ഭാഗത്തൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അത്രത്തോളം കൊഞ്ചിച്ചാണ് കുഞ്ഞുങ്ങളെ വളർത്തിയത്. പക്ഷെ ചില വിധികൾ കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? കോടതി എന്താ അങ്ങനെ വിധിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഒരുപക്ഷെ ആ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടാവാം ആരോടൊപ്പം പോകണം. കുട്ടികൾ ഉറപ്പിച്ച് പറയുകയാണ് അച്ഛനോടൊപ്പം പോകണം എന്ന് പറഞ്ഞിട്ട് പോലും നിയമം അങ്ങനെയല്ല. ഈ പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ നോക്കാൻ അച്ഛൻ പ്രാപ്തനല്ല, അമ്മയോടൊപ്പം വളരണം എന്നുള്ള രീതിയിലാണ് പൂർണ്ണ അവകാശം അമ്മയ്ക്ക് വിട്ടുകൊടുത്തത്. അനന്തരഫലം എന്തായി? കലാധരനും ആ 2 കുഞ്ഞുങ്ങളും ആ അമ്മയും കൂടി ജീവിതം അവസാനിപ്പിക്കുന്നിടത്ത് ഈ സംഭവം പൂർത്തിയാവുകയാണ്. എന്തായാലും ഞാനിപ്പോൾ ചിന്തിക്കുന്ന ആ സ്ത്രീയുടെ അവസ്ഥയാണ് അല്ലേ. കുഞ്ഞുങ്ങളും പോയി, ജീവിതവും പോയി, നീറി വെന്ത് കഴിയുകയായിരിക്കും അല്ലേ. ഒരുപാട് പ്രതീക്ഷകളൊക്കെ കാണുമായിരിക്കും അവർക്ക്. നമ്മൾ ആ സ്ത്രീയുടെ ചിത്രമൊന്നും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും നൊന്തുപറ്റ അമ്മയല്ലേ, കരയായിരിക്കും പറ്റുമോ? കരഞ്ഞ് അവരുടെ ജീവിതം ഇങ്ങനെ നശിക്കും. എന്തായാലും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ ഒരു കാര്യം മാത്രമാണ്, ഭാര്യയും ഭർത്താവും പിണങ്ങുന്നതൊന്നും പുതിയ കാര്യമേ അല്ല അല്ലേ. ഇപ്പോൾ ഡൈവേഴ്സുകൾ കൂടി വരികയാണ്. ഇഷ്ടമല്ലെങ്കിൽ 2 വീട്ടിലായിട്ട് താമസിക്കുന്നു, 2 രീതിയിൽ ജീവിതം തുടരുകയാണ്. പക്ഷേ ഇതിനിടയിൽ പെട്ടുപോകുന്നത് പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്.
നമ്മൾ ജനിപ്പിച്ച കുഞ്ഞുങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ സേഫ് ആക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് തന്നെയാണ്, അല്ലേ? നമ്മൾ എങ്ങനെ വേണം ജീവിച്ചു, പക്ഷേ നമ്മൾ കാരണം ഉണ്ടായ കുഞ്ഞുങ്ങൾ ഒരിക്കലും പെരുവഴിയാകാൻ പാടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ജീവിതം നയിക്കുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കുക, കുഞ്ഞുങ്ങൾ എപ്പോഴും സേഫായി ജീവിപ്പിക്കാൻ അനുവദിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.